ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൂടെ കൊടുത്തു. ബാക്കിയൊക്കെ തന്റെ യുക്തം പോലെ കുറെ ബെഡായും കൂടെ ചേർത്തോടോ. പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈലായിരിക്കണം കേട്ടോ. കക്ഷിയപ്പ കാണിച്ചുതരാം. ആ ക്യാപ്റ്റൻ, നമുക്ക് ബഷീർ ഒന്ന് കാണണം. വരൂ. കമോൺ ബഷീർ, ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്കുക. പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന്. എന്താ നിന്റെ പേര്? ബഷീർ. എവിടെയാ നാട്? ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? മോങ്ക പറയുന്നത് എങ്ങനെ എടുക്കുന്നേ? കൈയെടുക്ക്. ഒരു കുഴപ്പമില്ലെന്നേ പറഞ്ഞേ. ആ, ഒരു കുഴപ്പമില്ല. ടൈംസിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിലും ഈ ന്യൂസും ഫോട്ടോഗ്രാഫും കവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അവനെ അന്വേഷിച്ച് ആരെങ്കിലും എത്തും. ഞാൻ വരട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഹലോ, ഡോക്ടറുമായി 9 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു. പറയാം സാർ. ആ, വില്യംസോട് ഇരിക്കാൻ പറഞ്ഞല്ലേ? ഊവ സാർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരുന്ന സാർ അങ്ങോട്ട് പോയി. നിങ്ങൾ അകത്തേക്ക് പോയപ്പോ ഈ പത്രം എടുത്ത് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹലോ സാർ, ഞാൻ വില്യംസ് ആണ്, എറണാകുളത്തുനിന്നാ. സാർ, ഞാൻ രാവിലെ പേപ്പറിൽ വായിച്ചു. ഇന്നലെ എന്റെ ജൂനിയർ സണ്ണി ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, അതെന്റെ പരിചയപ്പെടുന്ന കാര്യങ്ങളല്ല സർ. ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ, പത്രത്തിൽ വന്ന എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സർ. ഞാൻ ചോദിക്കാം സർ. ഓ, ശല്യമായല്ലോ. ലോ സണ്ണി, ലോ, ഇത് വലിയ പുലിവാലായല്ലോ. ഓ, എന്താണോ ഇത്? ഇതേ മേയർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എത്ര പേരാണോ നേരം വെളുത്തപ്പന്നെ ഈ അനാഥരെ കുറിച്ച് അന്വേഷിക്കുന്നത്? 10-30 കൊല്ലം സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ച് റിട്ടയർ ചെയ്തൊരുത്തന്റെ പടം പത്രത്തിൽ വന്നാൽ പരിചയക്കാർക്ക് പോലും ഓർമ്മയില്ല. ഈ ആരോരുമില്ലാത്തവരോട് ആർക്കൊക്കെയാണോ താല്പര്യം? സിറ്റി കമ്മീഷണർ, കോർട്ടറേഷൻ ചെയർമാന്, മേയർ, ഭരണകക്ഷിക്കാരെ, പ്രതിപക്ഷക്കാരെ. പത്രക്കാർക്ക് ഈ ന്യൂസ് എവിടുന്ന് കിട്ടിയിടോ? എനിക്ക് അറിഞ്ഞൂടെ സർ. അറിഞ്ഞൂടെ? വിദേശ കപ്പലിലെ കപ്പിത്താന് ഇവിടുത്തെ പത്രക്കാരുമായിട്ട് എന്താണോ ബന്ധം? അയാൾ മലയാളിയാണ് സർ, തിരുവല്ലക്കാരനാണ്. അയാൾക്ക് ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടാകാം. ഹലോ സാർ. സർ, വായിച്ചു? ഇല്ല സർ, അത് പത്രക്കാർ ഇവിടെ നിറഞ്ഞെടുത്തതാവും.
ഞാൻ അയാളെ കപ്പലിൽ പോയി നേരിട്ട് കണ്ടതാ. മേയർ എന്നെയും വിളിച്ചിരുന്നു. ഇല്ല സർ, ആസ് പെർ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട്. എന്ത് ആക്ട് ആയാലും ശരി 4 മണിക്ക് മുമ്പ് എനിക്ക് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടണം. സർ, ഞാൻ 4 മണിക്ക് റിപ്പോർട്ടുമായിട്ട് വരാം സർ. ഐ വിൽ കം വിത്ത് റിപ്പോർട്ട് സർ. ഓ, ആ അനാഥനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് 4 മണിക്ക് മുമ്പ് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് താൻ പോയി തയ്യാറാക്കി. സാറ് കപ്പലിൽ ചെന്ന് ബഷീറിനെ നേരിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? താൻ പോയി റിപ്പോർട്ട് തയ്യാറാക്കണോ? കൂടെയുള്ളവനെ പാര വയ്ക്കുന്ന വർഗം. आराम से पकड़ो भाई, उस तरफ। हाँ हाँ हाँ, उस तरफ रखो। उधर उधर भी देखो, राउंड करके रखो ना, जल्दी जल्दी। छोड़ मुझे, कहता हूं मैं, छोड़ मुझे। कहाँ जाएगा बच के साला तू? साहब, बशीर को मारने के लिए 3 लोग बाहर आए, मुझे देखकर भाग गए। आओ। तुम इस तरफ जाओ।
साहब वे 3 आदमी थे नौकर का ड्रेस पहनकर अंदर आए थे നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവരിൽ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇല്ല, അവർ വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെട്ട് കളഞ്ഞു. ഡോക്കിലെ ലേബേഴ്സിനോട് ചോദിച്ചില്ലേ അവരറിയുമെന്ന്? അറിയില്ലെന്നാ പറഞ്ഞത്. അവരെങ്ങനെ വാർഫിനകത്ത് കടന്നുകൂടി? ഏതായാലും ഒരു കാര്യം വ്യക്തമായി, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ബഷീറിനെ അറിയാവുന്നവരിവിടെ ഉണ്ട്. പക്ഷേ ശത്രുക്കൾ ആദ്യം അറിഞ്ഞു എന്ന് മാത്രം. ആ ഫോണൊന്നൊരു കഴി. ഹലോ, അതെ ചേട്ടാ, ടൈംസിന്നാ. ഹലോ, ആ അതെ, എന്തായി സർ? ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? ഇല്ലേ? കളക്ടറോ? എന്നിട്ട് സാറെന്ന് പറഞ്ഞു? ഞാനാണെന്ന് മനസ്സിലായോ? അത്ര അടുത്ത് പരിചയമൊന്നുമില്ല, എന്നാലും അറിയാം. ശരി, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ വിളിക്കാം. ഓക്കെ. സ്പീക്കിംഗ്. സാർ, ഞാൻ ഭാസ്കര പിള്ള, അഡ്വക്കേറ്റ്. സാറെന്നെ ഓർക്കുന്നുണ്ടാവും. ഓർക്കുന്നുണ്ട്, നന്നായി ഓർക്കുന്നുണ്ട്. ആ ടൈംസിന്റെ എഡിറ്റർ അല്ലേ? അന്വേഷിച്ചു. ആ ബഷീറിന്റെ കാര്യം പേപ്പർ വായിച്ചില്ലേ? ആ അതന്നെ. അതില് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. സാറിനൊന്ന് കാണണമല്ലോ. ആ 3:30 മണി വരെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. നിങ്ങളൊരു 4 മണിക്ക് ഇവിടെ കളക്ടറേറ്റ് വന്നാൽ മതി, നമുക്ക് കാണാം. ആ ശരി സാർ, എത്തിക്കോളാം. ഇതുവരെ ആരും അന്വേഷിച്ച് ചെന്നിട്ടില്ലെന്നാ എഡിറ്റർ പറഞ്ഞത്. ഏതായാലും കളക്ടർ 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ സംഭവം കൂടെ വെച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ശരിയാവും ക്യാപ്റ്റൻ, എനിക്കെന്തോ ആത്മവിശ്വാസം തോന്നുന്നു. ആരായിരിക്കും ബഷീറിന്റെ ശത്രുക്കൾ? എന്തിനാണ് തിന്നു വീർത്ത് നടക്കുന്നത്? ഇങ്ങനെ നിന്നെയൊക്കെ പറഞ്ഞ എന്ന് വേണം പറയാൻ.